ദൈവത്തിന്റെ അലിഞ്ഞു ചേർന്ന് ദൈവികമായോ ആണെങ്കിൽ സയ്യിദാന്ന് പറയാം, ജനങ്ങളുടെ നേതാവെന്ന് പറയാം, തങ്ങളാന്ന് പറയാം, ബ്രാഹ്മണനാന്ന് പറയാം. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ബ്രഹ്മത്തെ അറിയല്ല, ബ്രഹ്മമായവനാണ്. ബ്രഹ്മത്തെ അറിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തിൽ ചേർന്ന് ബ്രഹ്മമായി തീരും. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഈ ബ്രഹ്മാണ്ഡമാണ്. ആ അർദ്ധനാരീശ്വര ശിവനാണ്, അതാണ് ആ ബ്രഹ്മാണ്ഡം. ആ ബ്രാഹ്മണനാണ് ഞാൻ, അതാണ് തങ്ങൾ, അതാണ് സയ്യിദ്. എല്ലാവരും എന്നോട് അറിവ് ചോദിക്കുന്നത് അതാണ് സയ്യിദ്, അത് ഞാനാണ്. നിങ്ങൾ എപ്പം ബ്രാഹ്മണനായി ബ്രഹ്മാണ്ഡമായി അപ്പോഴേ നിങ്ങൾ ബ്രാഹ്മണനാവുള്ളൂ. എപ്പോ നിങ്ങൾ റസൂലുള്ള ദൈവത്തിലേക്ക് ചെന്ന് ചേർന്നപ്പോഴാണ് റസൂൽ അള്ളാഹു ആവുന്നത്. അതിന് മുന്നേ അള്ളാഹു എന്ന ധാരണയിലില്ല. റസൂലുള്ള അള്ളാഹു ആണ്, പക്ഷെ ധാരണയിലില്ല. ഇറാഖുവയിൽ നിന്ന് റസൂലക്ക് ബോധോദയം സിദ്ധിക്കുന്നു, ദൈവ സാക്ഷാത്കാരം. അതിനു മുമ്പ് റസൂല അള്ളാഹു എന്നുള്ള ധാരണയിലല്ല. നിങ്ങളും റസൂലയും ഞാനും ഒക്കെ അള്ളാഹു തന്നെയാ, പ്രപഞ്ചനാഥൻ ഈശ്വരൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ധാരണയിലല്ലോ. ആ ധാരണയിൽ ബോധോദയം സിദ്ധിക്കപ്പെടാതെ നാം അതാണെന്ന് പറഞ്ഞിട്ട് ബോധോദയം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ബോധോദയം സിദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവ സാക്ഷാത്കാരം പ്രാപിക്കാൻ എന്നെ പോലെ, റസൂലുള്ളാഹിനെ പോലെ, കൃഷ്ണനെ പോലെ, രാമനെ പോലെ, ശിവനെ പോലെ ആയി തീരാനാണ് ഞാനും നിങ്ങൾക്ക് ബോധോദയം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിൽ, ആ കുരുവില് നിങ്ങൾ അവിടെ ഇരുന്നോളി, അത് പൊട്ടിക്കണ്ട. അവര് വായിച്ചും കണ്ടും ഊഹിച്ചും അറിഞ്ഞും കേട്ടും എല്ലാം അറിഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ഒരു അറിവിന്റെ മേഖലയിലാണ്, ഒരു തലത്തിലാണ് അവർ നിലകൊള്ളുന്നതും അവര് മുന്നിൽ വരുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഫ്രെയിം ഉണ്ടല്ലോ, അവരുണ്ടാക്കിയെടുത്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിം, ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതും അതാണ് അവർ പറയുന്നതും. അത് തന്നെയാണ് ശരി, അതിന്റെ അപ്പുറമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഗുരുക്കന്മാരുടെ ഈ ഫ്രെയിമായ കുരു നമ്മൾ പൊട്ടിക്കണ്ട. ആ കുരു അവിടെ ഇരിക്കട്ടെ, ആ കുരുവിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കട്ടെ. ആ കുരു നമ്മൾ പൊട്ടിച്ച് കളയണ്ട, അതിന്റെ അപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോകും വേണ്ട. ഓക്കെ.